പ്രിയരെ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പല വഴികൾ ജീവിതയാത്രക്കിടയിൽ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ചില വഴികൾ എളുപ്പമാണ്, ആകർഷകവുമാണ്. വലിയൊരു കൂട്ടം ആളുകൾ അതിലൂടെ പോകുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു, ഇടുക്കമുള്ള വഴിയാണ് ജീവിതത്തിലേക്കുള്ള വഴി. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഈ ഇടുക്കമുള്ള വഴി കണ്ടെത്തുന്നത് എളുപ്പമല്ല. അതിലൂടെ പോകാൻ തയ്യാറാകുന്നത് കുറച്ചു പേർ മാത്രമാണ്. കാരണം ഈ വഴി നമ്മിൽ നിന്നും ചില ത്യാഗങ്ങൾ ആവശ്യപ്പെടും. നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, പാപങ്ങൾ, സ്വാർത്ഥത ഇവയെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ ഈ വഴിയുടെ അവസാനം ദൈവത്തിൻ്റെ സാന്നിധ്യവും ശാശ്വത ജീവിതവുമാണ് കാത്തിരിക്കുന്നത്. വിശാലമായ വഴി എളുപ്പമാണ്. അതിൽ നിയന്ത്രണങ്ങളോ ഉത്തരവാദിത്വങ്ങളോ ഇല്ല. നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നു അതെല്ലാം ചെയ്യാം. പക്ഷേ അതിന്റെ അവസാനം നാശവും ദൈവത്തിൽ നിന്നുള്ള വേർപാടുമാണ്. ഇടുക്കമുള്ള വഴി യേശുവിൽ വിശ്വാസം വയ്ക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുക, യേശുവിന്റെ വചനത്തിൽ നടക്കുക, യേശുവിന്റെ പ്രീതിയിൽ ജീവിക്കുക. ഇതാണ് ഈ വഴിയുടെ സാരം. ഈ വഴിയിൽ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഉണ്ടാകാം. പക്ഷേ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. കർത്താവ് നമ്മെ കൈവിടില്ല. പ്രിയരെ, നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഏത് വഴിയാണ്? എളുപ്പം കാണുന്ന വിശാല വഴിയോ, ദൈവം വിളിക്കുന്ന ഇടുക്കമുള്ള വഴിയോ? നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ നമുക്ക് തയ്യാറാകാം. അതാണ് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നൽകുന്ന വഴി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ കർത്താവ് തന്റെ വഴിയിൽ നടത്തട്ടെ. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.